ഈ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ കാണുന്ന ഏറ്റവും ക്ലേശകരമായിട്ടുള്ള സിറ്റുവേഷൻ കൂടെ ദുഷിച്ച രക്തങ്ങളെ കളഞ്ഞിട്ട് ആ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കാൻ വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞതും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു ഘട്ടമാണ് പ്രസവവും അതിനോട് സംബന്ധിച്ചുള്ള കാലഘട്ടം. അപ്പോൾ അതിൽ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലായിരിക്കും അവരുണ്ടാവും. അപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ആ പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഡോക്ടർ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ക്ലേശകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടെ സ്ത്രീ കടന്നു പോകുമ്പോൾ ആയുർവേദത്തിൽ അതിൻ്റേതായ ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ ഒരു ധാതുക്ഷയം സംഭവിക്കുകയും പിന്നെ പൂർണ്ണമായിട്ട് അത് തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ സൂതികാചര്യ എന്ന് തന്നെ ഒരു ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്ന ചില ചികിത്സാ രീതികൾ, അത് ഔഷധങ്ങളുടെ രൂപത്തിലായാൽ പോലും ചികിത്സയുടെ രൂപത്തിലായാൽ പോലും പിന്നെ നമ്മൾ ആഹാരത്തിൽ അല്ലേ നമ്മൾ ഡയറ്റ് പ്ലാൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഔഷധങ്ങളായിട്ട് പലരും ചോദിക്കാറുണ്ട് പേഷ്യൻസ്, അതായത് ഈ ഒരു സമയത്ത് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ, പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം അവർ ഓൾറെഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടാകാം. അപ്പം അതിൻ്റെ എന്തുകൊണ്ടാണ് അത് എടുക്കുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമല്ലോ. അതുപോലെ തന്നെ ഔഷധങ്ങൾ കൊടുക്കുന്നത് എന്തിനു വെച്ചാൽ മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ധാതുക്ഷയത്തിന് വേണ്ടിയിട്ടും അതുപോലെ വായു കോപിച്ച ഒരവസ്ഥയിലായിരിക്കും, അതുപോലെ ദഹനം കറക്റ്റായിരിക്കില്ല. അപ്പോൾ വായു കോപത്തിന് മാറ്റാൻ വേണ്ടിയിട്ടും ദഹനം പ്രോപ്പറായിട്ട് ആ ഒരു ഡൈജസ്റ്റീവ് ഇമ്പാക്റ്റ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടും പിന്നെ മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഉലുവക്കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ, അപ്പോൾ പ്രോപ്പറായിട്ട് ഡൈജഷന് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓവറോൾ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ആ ധാതുക്ഷയങ്ങളൊക്കെ നോർമൽസിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അത് മാത്രമല്ല ഒരു ഗർഭാശയ ശോധനത്തിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ ഔഷധങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ. ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പുളിലേഹ്യം പോലത്തെ മരുന്നുകൾ ഗർഭാശയ ശോധനം, അതായത് ദുഷിച്ച രക്തങ്ങളെ കളയുന്നുണ്ട്. പിന്നെ ഒരു യൂട്രിനെ നമ്മളൊരു നോർമലായിട്ടുള്ളൊരു യൂട്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ഔഷധത്തിൻ്റെ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റായിട്ട് ചികിത്സാ രീതിയായിട്ട് നമുക്ക് എന്തൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാം, അവരുടെ ശരീരം മെച്ചപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം? ഔഷധങ്ങളോട് കൂടെ തന്നെ പുറമേലെ ചികിത്സകളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഫ്റ്റർ ഡെലിവറി ഒരു കറക്റ്റ് ഒരു സിമിലർ പ്രോട്ടോക്കോൾ ഇല്ല അല്ലേ. അത് രോഗി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ചികിത്സകൾ നിർണ്ണയിക്കേണ്ടത്. പ്രത്യേകിച്ച് ബാഹ്യമായ ചികിത്സകളിൽ പൊതുവേ നമ്മൾ ചെയ്യാറ് അഭ്യംഗം, എണ്ണ തേച്ചുള്ള കുളിയും പിന്നെ നമ്മുടെ ഈ ഒരു ടൈമിൽ എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മുഖലേപങ്ങളും ബാഹ്യമായിട്ടുള്ള ലേപനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ചില സ്ത്രീകളിൽ വേദനകൾ ഉണ്ടാകും അല്ലേ. അപ്പം ഈ ഒരു പോസ്റ്റ് പ്രഗ്നൻസി ടൈമിൽ കാണുന്ന ചില വേദനകൾ, നടുവേദന അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ഫീഡ് ചെയ്യുന്ന ലേഡീസിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പുറം വേദന വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രം നമ്മൾ ലോക്കലൈസ്ഡ് മാത്രം കിഴി ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഈ വേത് വെള്ളം വെച്ചിട്ട് കുളി, അത് ഔഷധങ്ങൾ കൊണ്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് നമ്മുടെ എല്ലാ സ്ഥലങ്ങളും, എല്ലാ ജോയിൻറ്റുകൾ പ്രത്യേകിച്ച് നടുവിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം പിടിച്ചു കൊടുക്കുന്ന ഒരു ക്രിയയാണ് വേത് വെള്ളം വെച്ചിട്ടുള്ള കുളി എന്ന് പറയുന്നത്. പിന്നെ വയറ് ചുരുങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വയറ് വരിഞ്ഞ് കെട്ടുന്ന ഒരു രീതിയും, ഒരു ട്രഡീഷണൽ വേ ഓഫ് ബൈൻഡിങ് ദ അബ്ഡോമൻ, അത് നമ്മൾ ചെയ്യാറുണ്ട്.